വേതന വർധനവിനായി ആശമാർ നടത്തുന്ന സമരം ഒത്തുതീർക്കാൻ ഇന്നലെ സർക്കാർ നടത്തിയ ചർച്ചകൾ പൊളിഞ്ഞതോടെ ആശാവർക്കർമാർ നിരാഹാര സമരത്തിലേക്ക് കടന്നു. ബിന്ദു, തങ്കമണി, ഷീല എന്നിവരാണ് ഇന്നു മുതൽ നിരാഹാരത്തിലേക്ക് കടന്നത്. ആശമാരുടെ നിരാഹാരം തുടങ്ങുന്ന ദിവസം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് എന്ന പേരിൽ ഡൽഹിയിലേക്ക് തിരിച്ചു. എന്നാൽ ആശമാരുടെ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ആരോഗ്യമന്ത്രി വീണ്ടും ആശമാരെ പറ്റിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാനായിരുന്നു മന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയത്. ക്യൂബയും കേരളവും തമ്മിലുള്ള ആരോഗ്യ മേഖലയിലെ സഹകരണം സംബന്ധിച്ച് തുടർ ചർച്ചകളാണ് മന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട. ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഡൽഹിയിൽ എത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യൂബ സന്ദർശിച്ചപ്പോൾ ധാരണയിലായ വിഷയങ്ങളിലെ തുടർ ചർച്ചകളാണ് ലക്ഷ്യം. എന്നാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അതിരാവിലെ ഡൽഹിയിലേക്ക് പറക്കുന്നതിന് തൊട്ടുമുമ്പ് പറഞ്ഞത് ആശാമാരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനായുള്ള ശ്രമത്തിനായാണ് യാത്ര എന്നാണ്. ആശ എന്നത് കേന്ദ്ര പദ്ധതിയാണെന്നും വേതന വർധന അതുകൊണ്ട് തന്നെ അവരാണ് നടപ്പാക്കേണ്ടത് എന്നുമായിരുന്നു പറഞ്ഞത്. എന്നാൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെ അപ്പോയിന്റ്മെന്റിന് ശ്രമം നടത്തുമെന്നും അത് ലഭിച്ചാൽ നേരിൽ കാണുമെന്നുമാണ് ആരോഗ്യമന്ത്രി ഡൽഹിയിലെത്തിയ ശേഷം പറഞ്ഞത്. ലോക്സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് രാവിലെ ഡൽഹിയിൽ വന്ന് കാണാൻ അനുമതി ചോദിച്ചാൽ ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു ദിവസം വീണ്ടും ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തുമെന്നുമാണ് മന്ത്രി പറയുന്നത്. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ വാദം തള്ളി ആശമാരും രംഗത്ത് വന്നു. ഓണറേറിയം 21,000 ആക്കുന്നതിന് കേന്ദ്രമന്ത്രിയുടെ അനുമതി ആവശ്യമില്ല. അതിനായി കേന്ദ്രത്തിൽ പോകേണ്ട കാര്യവുമില്ല. ആശാവർക്കർമാരോട് സമരം നിർത്തി ഇന്നലെ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ട ആരോഗ്യമന്ത്രിയാണ് ഇന്ന് തിടുക്കത്തിൽ ദില്ലിയിലേക്ക് പോയിരിക്കുന്നത്. ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർധന എപ്പോൾ നടപ്പാക്കുമെന്ന കാര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയും വ്യക്തത വരുത്തിയിട്ടില്ല. സമയബന്ധിതമായി വർധന പരിഗണിക്കുമെന്നും മോദിയുടെ ഭരണകാലത്ത് ഇൻസെന്റീവിൽ നല്ല വർധന വരുത്തിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പാർലമെന്റിലെ ചർച്ചയിൽ JP നഡ്ഡ മറുപടി നൽകിയിരുന്നു. ആയുഷ്മാൻ ഭാരത്, ജീവൻ ജ്യോതി പദ്ധതികളിൽ ആശമാരെ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ കുടുംബാംഗങ്ങൾക്കും പദ്ധതികളുടെ പ്രയോജനം കിട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സമരം നടക്കുന്നയിടത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി ഉന്നയിച്ച വാദങ്ങളും ഇതോടെ അപ്രസക്തമായി. ആശമാർ നിരാഹാര സമരത്തിലേക്ക് കടന്നതോടെ സമരത്തിന്റെ തീവ്രത വർദ്ധിക്കുകയാണ്. സർക്കാരിന്റെ പ്രതിച്ഛായയെ സമരം ബാധിക്കുമെന്ന് വിലയിരുത്തലിലാണ് LDF ഘടകകക്ഷികൾ ഉള്ളത്.